CPIM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള വിളംബര ജാഥയ്ക്ക് കൊല്ലത്ത് തുടക്കമായിരിക്കുന്നു. അരുൺരാജാണ് ചേരുന്നത് അവിടെ നിന്ന് വിവരങ്ങളുമായി. അരുൺരാജ്, ജാഥയ്ക്ക് തുടക്കമായി എന്ന് പറയുന്നു. ജാഥയ്ക്ക് മുന്നിലാണുള്ളത്. നിരവധി പ്രവർത്തകരുണ്ട്, പറയൂ. CPIM സംസ്ഥാന സമ്മേളനം മാർച്ച് 6 മുതൽ 9 വരെയാണ് കൊല്ലം ജില്ലയിൽ നടക്കുന്നത്. അതിന് മുന്നോടിയായുള്ള വിളംബര ജാഥയാണ് ഇപ്പോൾ കൊല്ലം ചിന്നക്കടയിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്ത ജാഥയിൽ ഇപ്പോൾ മന്ത്രിമാരടക്കം ജില്ലയിലെ CPIMന്റെ മുതിർന്ന നേതാക്കളടക്കം ഇപ്പോഴും പങ്കെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വലിയൊരു ജനപിന്തുണ, വലിയ ജനപങ്കാളിത്തം തന്നെ ഈ ജാഥയിലെമ്പാടും നമുക്ക് ദൃശ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഈ കായിക താരങ്ങളുടെ അടക്കം ഈ ജാഥയിൽ പങ്കെടുപ്പിക്കുവാൻ CPIM ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ വലിയ ജാഥ CPIMനെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു സമ്മേളനം നടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ ക്രമീകരണങ്ങളടക്കം? സംസ്ഥാന സമ്മേളനം 30 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത്. 24ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായിട്ട് വളരെ വിപുലമായ സമ്മേളനങ്ങളാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ജനകീയമായി മുഴുവൻ ജനങ്ങളിലേക്ക് എത്തി എല്ലാവരെയും പങ്കാളികളാക്കി പലതരത്തിൽ സഹകരിപ്പിച്ചുകൊണ്ട് പോകുന്നതിനുള്ള പരിപാടികളാണ്. അപ്പൊ സ്പോർട്സ് ഇന്ന് പ്രധാനമായും സ്പോർട്സ് താരങ്ങൾ ഉൾപ്പെടെയാണ് ഇതിനൊപ്പം ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ജില്ലയിലെ സംസ്ഥാനത്തെയും കായിക താരങ്ങളടക്കം അണിനിരത്തിക്കൊണ്ടുള്ള വിളംബര ജാഥയ്ക്കാണ് ഇപ്പോൾ CPIM നേതൃത്വം നൽകുന്നത്. 30 വർഷത്തിനിപ്പുറം ഈ ജില്ലയിലേക്ക്, കൊല്ലം ജില്ലയിലേക്ക് CPIMന്റെ സംസ്ഥാന സമ്മേളനം എത്തുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിന്റെ കൂടി ഒരുക്കങ്ങളാണ് ഈ ജാഥയിലെമ്പാടും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ബോൾ ജിഗിൾ ചെയ്യുന്ന വിദ്യാർത്ഥി, അതുപോലെ തന്നെ വനിതകളുടെ ബാൻഡ് മേളം, ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ സംസ്ഥാന ദേശീയ കായിക താരങ്ങൾ അടക്കമുള്ളവർ ഈ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ചിന്നക്കരയിലേക്ക് ഈ ജാഥ എത്തുമ്പോൾ അതിന്റെ എല്ലാ ആഘോഷങ്ങളും ജില്ലയിലെമ്പാടും അതിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ ജില്ലയിൽ പൂർത്തിയാകുന്നു. 1 മാസത്തിനപ്പുറം CPIMനെ സംബന്ധിച്ച്, കൊല്ലം ജില്ലയെ സംബന്ധിച്ച് CPIMന്റെ പ്രധാനപ്പെട്ട ഒരു ജാഥയ്ക്ക് കൂടിയാണ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, ഒരു സമ്മേളനത്തിന് കൂടിയാണ് സാക്ഷിയാകുന്നത്. നേരത്തെ മന്ത്രി KN ബാലഗോപാൽ സൂചിപ്പിച്ചതുപോലെ 30 വർഷത്തിനിപ്പുറം വരുന്ന ആ സമ്മേളനത്തെ വരവേൽക്കാൻ കൊല്ലത്തെ CPIM പാർട്ടി നേതൃത്വം പൂർണ്ണമായും സജ്ജമായിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ വിളംബര ജാഥ. ശരി, കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺരാജ്.